വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ നമ്മൾ ടെറസിൽ കുറച്ച് ഇതേപോലെ തക്കാളിയും പച്ചമുളകും ഒക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ട നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പച്ചക്കറികൾ മാത്രം കേട്ടോ ഞാൻ നട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ തക്കാളിയാണ് കൂടുതൽ ഉപയോഗിക്കുക, അതുപോലെ പയർ എല്ലാവർക്കും ഇഷ്ടമാണ്, വഴുതനങ്ങയൊക്കെ കഴിക്കുക. അങ്ങനെ നമുക്ക് വേണ്ട സെലക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി വിത്തൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിക്കുക, എന്നിട്ട് എല്ലാം വന്ന് നട്ടു നോക്കുക, അങ്ങനെ ചെയ്തില്ല കേട്ടോ. സാധാരണയിൽ ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതും എല്ലാം വാങ്ങിക്കായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മാത്രം വാങ്ങിച്ചിട്ട് നട്ടതാണ് കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ഓരോ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആദ്യം നടുന്ന ആ ഒരു ടൈമിനുള്ളതാണ്. പിന്നെ ഇതായത് പൂവൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ നമ്മളൊരു കമ്പൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കയറൊക്കെ വെച്ച് കെട്ടി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ വഴുതനങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്, ചീരയുണ്ട്, പിന്നെ അതുപോലെ ബീൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ബീൻസ് ഒറ്റ ഇത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം റെഡി ആവും എന്നറിയാത്തതുകൊണ്ട് അങ്ങനെ വെച്ചു. പിന്നെ വെണ്ട നട്ടിട്ടുണ്ട്. വെണ്ടയും വീട്ടിലെല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെണ്ടയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നട്ടിട്ടുള്ള ആ ഒരു ടൈമിലുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് വലുതായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റ്സ് നടുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഓരോ വളർച്ചയും നമുക്കിങ്ങനെ നോക്കി കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഒരു പയറുണ്ടായി, അപ്പോൾ അതിന് ഞാനിങ്ങനെ വള്ളി വരാൻ വേണ്ടിയിട്ട്, വള്ളിയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതിനും ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പൊക്കെ വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ സമയത്തും ഞാൻ കുട്ടികളെയും കൂടെ കൂട്ടാറുണ്ട് കേട്ടോ. അവരും എനിക്ക് ഇതേപോലെ ഇപ്പോൾ നാസിയുള്ള സമയത്താണ് നാസി, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അവരാണെങ്കിൽ എൻ്റെ കൂടെ നനയ്ക്കാൻ വേണ്ടി, ചെടി നനയ്ക്കാനും അതേപോലെ ഇതിൽ പുല്ല് പറിക്കാനും ഒക്കെ അവരെയും കൂട്ടും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പം അവർക്ക് ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഭാവിയിൽ നമ്മളെന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ അവർക്കത് ചെയ്യാനൊരു ഇഷ്ടം. അപ്പോൾ ഞാനിതേപോലെ എല്ലാത്തിനും അവരെ കൂട്ടുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതേപോലെയുള്ള ചെടി നടാനും പച്ചക്കറിയും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ കുറച്ചിങ്ങനെ പയറുകൾ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഒരു കയറൊക്കെ കെട്ടി കൊടുത്ത കേട്ടോ, ഇങ്ങനെ ഒരു ചട്ടിയിൽ. അപ്പോൾ നമ്മളെ വീട്ടിൽ ചെടികളൊക്കെ നട്ടിട്ടുള്ള ചട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നട്ടു കൊടുത്താൽ നമുക്ക് അത്യാവശ്യം വേണ്ട വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചെറുതായിട്ട് അല്ലേ. അപ്പോൾ അതുണ്ടോ, പാപ്പൂനൊക്കെ പറിക്കാൻ പറ്റുന്ന ഹൈറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവർക്കും ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാനും ഓൾറെഡി ഉണ്ട്, ചെയ്യുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇവരെ കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്യിപ്പിച്ചെടുക്കാറില്ല കേട്ടോ. അപ്പൊ ഇവർക്കിത് ഭയങ്കര സന്തോഷമാണ്. ഇവർ കളിക്കുകയാണെങ്കിലും ഒക്കെ വന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എടുക്കുമ്പത്തി എന്താണ് താഴെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഒറ്റക്ക് വന്ന് പറിക്കും. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കാനും ഒരു തോരനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനം നമുക്ക് കിട്ടും കേട്ടോ. അതുണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം. ഇന്ന് ക്ലൈമറ്റ് ഒരു കുഴപ്പമില്ല, മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു വെളിച്ചക്കുറവ്. ഇതുണ്ട്, അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് കട്ട് ചെയ്യണം അമ്മി. നല്ല നീളം ഉണ്ട് കേട്ടോ. അമ്മി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഓരോന്നിങ്ങനെ. നല്ല രസം ഹെൽപ്പ് ചെയ്യാണ് അല്ലേ പാപ്പു? പാപ്പുഷാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ കട്ട് ചെയ്യണം. ഇത് നോക്കി വലുത് നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഓ ഇവിടെ കൊറേ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്യണം. ഇതായിട്ടില്ലല്ലോ, ഇതായി കാരണം ഇത് മൂക്കുമ്പോഴത്തേക്കും. പക്ഷെ നീ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യണം. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നേരമല്ല, കുറേ ഉണ്ട്, ഇത്രയും ഉണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും തന്നെ പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ പാപ്പു? നമുക്ക് ഇതൊന്നും വെണ്ട നമ്മളിങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കല കേട്ടോ. അപ്പോൾ ഒരു 2-3 ആവുമ്പോൾ ഇവർക്ക് തോരനൊക്കെ വെച്ച് കൊടുക്കാറ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്കറി, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെണ്ട എപ്പോഴും. ഇവർക്ക് വെണ്ട ഇങ്ങനെ നമ്മൾ ഒരു സ്പൈസി ആക്കിയിട്ട്, ഒരുപാട് സ്പൈസി അല്ല, കുറച്ച് സ്പൈസിയും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. നമുക്കിത് പറിച്ചാലോ? ഹാർവെസ്റ്റിംഗ്
ഇതിങ്ങനെയല്ലേ വേഗം പറിച്ചാമി. നമ്മളെ വെണ്ടയും നമ്മള് അപ്പം വെണ്ട പറിച്ചു. ഇനി ഇതിന്ന് നമുക്ക് കുറച്ച് പച്ചമുളകുകൾ കുറച്ച് ആയിട്ടുള്ളത് നമുക്ക് പറിക്കാം. ആ അതെ, പച്ചമുളക് ഞാൻ പറിച്ചുതരാം നിങ്ങൾക്ക്. അല്ല ഇത് നോക്ക്, ഇത് വലുതായല്ലേ. ആ ഓക്കെ, ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പം കുറച്ച് ആവശ്യത്തിനുള്ള മാത്രം കട്ട് ചെയ്ത് നമ്മള് തീരെ സ്പൈസി യൂസ് ചെയ്യാത്തതാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് പറിക്കുന്നു. കുറച്ച് എടുക്കുന്നത്. ഇത്രയും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മള് വെജിറ്റബിൾ പേസ്റ്റ് അപ്പൊ അത് കൊണ്ടുവച്ചു. ഇതൊക്കെ ഗ്രീൻ ആണ്, ചിലതൊക്കെ വലുതായിട്ടുണ്ട്. തക്കാളിയൊക്കെ ഏകദേശം ഇങ്ങനെ ആയി വരണേ ഉള്ളൂ കേട്ടോ. റെഡ് ആയിട്ടില്ല. ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ. റെഡ് ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഹാർവെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളെ ടെറസിലേക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് പിന്നെ പറയാം. നമ്മളെ പച്ചമുളകൊക്കെ ഇതാ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതൊന്ന് കുറച്ചിപ്പോ പറിച്ചെടുത്തു. ഇനി ബാക്കിയുള്ളതൊക്കെ വലുതാവും. വലുതായിട്ട് നമുക്ക് പറിക്കാം. ഇതൊക്കെ തക്കാളികൾ. ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ, എന്താണ് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാ സമയത്തും ഫ്രൂട്ട്സ് അല്ല ഇത് വഴുതനങ്ങയാണ്. അതന്നെ ചെറുതായിട്ടുണ്ട്. ഈ വഴുതനങ്ങ ഇങ്ങനെ പൊരിക്കുമല്ലോ. ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ഇതൊന്ന് വലുതായിട്ട് ഇത് പൊരിക്കുകയാണ്. എനിക്കിത് ആഗ്രഹമുണ്ട് നമുക്ക്. അപ്പൊ ഇതേപോലെ നമ്മളെ ടെറസിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയും കുറെ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ഉള്ളതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ നടുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ടെറസിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ. അപ്പം പുതിയ ടെറസിലെ അപ്ഡേഷൻ ഒക്കെ നമുക്ക് കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.